ഹായ്, വെൽക്കം ടു എവരിബഡി. എല്ലാവരും ജയിക്ക പിറந்தവர்கள். ஆனால் நோயிலிகள் அவരെ தேர்க்கடிக்கின்ற ഒരു ചിന്ന ഗ്രാമത്തിൽ അരുൺ എന്ന ഒരു ഇളയന്തൻ വാഴ്ന്നു വന്നാർ. ചിന്ന വയസ്സിലിരുന്നേ അവനുക്ക് ഒരു ചെറിയ കനവ് ഇരുന്നത്. ഒരു നാൾ ഉലകം പുകയും ഒവനയാക വേണം എൺപതും അവിടുത്തെ ആസ. പഴയ കാകിതങ്ങൾ പുസ്തകത്തിൽ കാലിപ്പക്കങ്ങളിൽ വീട്ടു ചുവരുകളിൽ കൂടാവൻ അഴകാന പടങ്ങൾ വരവാൻ. അവനുடைய ആശ്രീകർ அந்த പടങ്ങളെ പാർത്തു சொல்வார்கள். அருண் உன் கையில் ஒரு அதிசமய திறமை இருக்குது, ஒரு நாள் நீ பெரிய உடைக்கூடாய். அந்த வார்த்தைகள் அருணுடைய மனதில் நம்பிக்கையை നിറത്തേന. ஆனால் കാലം ചെല്ല ചെല്ല അവനുடைய வாழ்க்கை മറന്ന് തുടങ്ങിയതും അവനുடைய അപ്പ കടുമയാകെ നോയ്പ്പെട്ടാർ. കുടുംബത്തിൽ വരുമാനം നിന്നുപോയതും വിട്ടിപ്പ് പൊറുപ്പേയേற்ക അരുൺ തൻ പിടിപ്പെ പാതിയിൽ നിർത്തി വേണ്ടിയായിട്ട് ഒരു ചെറിയ കടൽ വേല ചെയ്ത് തുടങ്ങിനാൽ കാലം മുതൽ ഇരവ് വരെ അവൻ കഠിനമാകെ ഇളയത്താൻ. മെല്ലെ മെല്ലെ അവനുடைய ഓവിയങ്ങൾ മറന്നു പോയിന, പെൻസുകൾ തൂസിയിൽ മുഴുകിന. അവരുടെ കനവ് മനതിൽ ഒരു ഇരുണ്ട മൂലയിൽ പുതയന്തു പോയത്. പല ആണ്ടുകൾ കടന്നന. ഒരു നാൾ അന്ത കടയ്ക്ക് ഒരു വയന്താന മനിതൻ വന്നാർ. കാത്തുകൊണ്ടിരുന്നപ്പോൾ അരുൺ ഒരു പഴയ കാതികത്തിൽ പിൻപുറത്തിൽ ഒരു ചെറിയ പടം വരവതി അവർ കവനിത്താർ. അവർ കേട്ടാർ, இந்த படத்தை யார் வரைந்தது? அருண் மெதுவாக சொன்னான், நான் தான். அந்த முதியவன் சிரித்துக்கொண்டு சொன்னார், மிக அழகாய இருக்கிறது, நீ ஓவியதா? அருண் சோகாக சிரிச்சுകൊണ്ട് சொன்னார், ഇല്ലേ, അയ്യോ, ചെറിയ വയസ്സിൽ ഓവിയം വരെ. ആനാൽ വൈകെ തുടരെ എനിക്ക് വായ്പ തരവില്ലേ? മുതിയവർ അരുണിൻ കണ്ണുകളെ പാർത്ത് കേട്ടാർ. ഉനക്ക് തിരമേ ഇല്ലാത്തതാൽ ഓവിയം വരവത്തെ നിർത്തിയനാ? അരുൺ சொன்ன, ഇല്ലേ, ഉനക്ക് ഓവിയം വരവത് പിടിക്കാത്തതിനാൽ നിർത്തിയതാ? അരുൺ വീണ്ടും சொன்ன, ഇല്ലേ, அப்படியானால் എൻ നിർത്തിയാൻ? അരുൺ തലമയിലെ കുനിந்து சொன்னான், நோயிலே എനിക്ക് തുണയാക ഇല്ലേ? മുതിയവർ ചില തൊടികൾ അകമൈതുക ഇരുന്നാർ. പിറകെ சொன்னார், മകനെ, ഒരു ചെറിയ വിതയ്ക്കുള്ള ഒരു ചെറിയ മരം മറയന്തിക്കരുത്. அந்த വിത്ത് മണ്ണുക്കുള്ള പുതയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ അതേ ചുറ്റി ഇരുട്ടുമൂട്ടുമേ ഇരിക്കും. മണ്ണ് അതെ അഴുത്തും, മഴ അതെ അടിക്കും, കാറ്റതെ അസൈക്കും. ஆனால் அந்த വിത്ത് ഒരു പോത്തും എൻ വാഴയ്ക്ക് മുടിവിട്ടതും എൻ നിനക്കതും അത് മെതുവാകെ മണ്ണെ തുളയത്തുകൊണ്ട് മേലെ വരും, ഒളയെ നോക്കി വളരും. എന്നാൽ അത് മണ്ണക്കുള്ള പുതിയൊരു അഴിയ പിറക്കുവില്ലേ? ഒരു ചെറിയ മാരക വളരവേ പിറന്നത്. இந்த വാർത്തകൾ അരുൺ മനதை ആഴമാകെ തൊട്ടണം. അന്ത ഇരവ് പല ആണ്ടുകൾക്ക് പിറകെ അവൻ വീണ്ടും പെൻസിലെടുത്താൽ അവൻ വരന്തെ മുതൽ പടൽ മികച്ചവരായി ഇരിക്കവില്ല. ஆனால் അവൻ നിർത്തുവില്ലേ? ഒവ്വോളം നാളും വേല മുടിந்த പിറത്തു 10 നിമിഷം ഓവിയം വരെയത് തുടങ്ങിനാൽ 10 നിമിഷം 30 നിമിഷമാക്കിയത്, 30 നിമിഷം ഒരു മണിനേരമാക്കിയത്. മാതങ്ങൾ ചെല്ലെ ചെല്ലെ അവരുടെ തിരമെ വീണ്ടും വെളിപ്പെടുത് തുടങ്ങിയത്. അവൻ തൻ ഓവിയങ്ങളെ സമൂഹ വലൈത്തരങ്ങളിൽ പകരു തുടങ്ങിനാൽ മുതലാരും കവനിക്കുവില്ലേ? ചിലർ അവനെ കണ്ടാൽ ചെയ്താர்கள், ഇതേ വായത്തിൽ ഇപ്പോത് ഓവിയനാകെ പെക്കരുത എന്നു കേട്ടാர்கள். ஆனால் இந்த മുനെ അരുൺ നോഴ്സിലേക്ക് മുമ്പ് തലവണക്കല്ലേ അവൻ തുടർന്നു മുയற்சி ചെയ്താൽ ഒരു നാൾ അവനുടെ ഒരു ഓവിയപരമായ ഒരു വരിൻ കനവത്തുക്ക് വന്നതും അരുൺ തൻ മുതൽ പെരിയ ഓർഡർക്ക് കിടത്തതും അതിന് പിറകെ ഇന്നും പല വായ്പകൾ വന്നന. ചില ആണ്ടുകൾക്ക് പിറകു താൻ സ്വന്തം ഓവിയ കൺകാഴ്ചയിൽ നിന്നപ്പോൾ അരുൺ சொன்னான், താൻ ഒരു പോത്തും തോറ്റ മനുഷ്യനല്ലേ എന്നുള്ള ഇരുന്ന് വെറ്റിയാളിനെ നൂലയിൽ ഭാരത്തിൽ കീയെ നാനെ പുതയ്ത്തു വിട്ടേൻ. നമ്പറുകളെ ഒവ്വൊരു മനുഷ്യനും തിരമേ കനവ് മറ്റും അളവറ്റ വായ്പകളോട് പിറക്കിനാൽ അടക്ക
கற்றுக்கொள்ளும் ஒரு ചെറിയ குழந்தையை பாருங்கள். அது பலமுறை கீழே வீഴുம். ஆனால் அடக்க முயற்சிച്ച് നിർത്താതും എന്നാൽ തോൽവിയെ ഏറ്റുകൊള്ള വേണം. എൻ്റെ ആരും ഇന്നും അതർക്കു കാറ്റ് കൊടുക്കുവില്ലേ. പിറകു വാഴികെ നമുക്ക് ഭയത്തെ കാറ്റ് കൊടുക്കുന്നത് വരുമേ. തോൽവി, മറ്റവരുടെ വിമർശനം, കുടുംബ പൊറുപ്പുകൾ, നിരാകരിപ്പ്, നിരാശ, മറ്റും എതിരമാർന്ന വാർത്തകൾ, ഇവ അനേത്തും ചേർത്ത് നമുക്കുള്ളിരിക്കും. വെറ്റിയാളിനെ മെതുവാകെ മറയത്തു വിടുകില്ല. ஆனால் இதே நினைவில் வைத்து கொள்ளுங்கள், எல்லாரும் ஜெயிக்காத்தான் பிறக்குவார்கள். பலர் திறமை இல்லாத தோற்கவில்லை. கடினമായ நூலினால் தான் தோற்குவிடார்கள். ஆனால் நூலே உங்கள் உறுதி தீர்ப்பு அல்ல. உங்கள் தொடக்கம் இப்படி இருந்ததும் என்பதும் முக்கியமல்ல. நீங்கள் மீண்டும் தொடங்க தயாராக இருக்க என்பதும் முக்கியம். உங்கள் கனவு இன்னும் உங்களுக்குள்ள உயிரோடு இருந்தால் நீங்கள் இன்னும் தோற்கவில்லை. இன்று ചെറിയ അടി എടുത്തു വെങ്കിൽ, ഒരു പക്കം പഠിയുங்கள், ഒരു പുതിയ തിരമയെ കാറ്റുകൊള്ളുകൾ, 10 നിമിഷം പിയർച്ചി ചെയ്യുங்கள், ഒരു വിണ്ണപ്പം അനുമ്പുകൾ, ഇന്നും ഒരു മുയற்சி ചെയ്യുங்கள். வாழ்க்கையை மாற்ற எப்போதும் ஒரு ചെറിയ வாய்ப்பு தேவையில்லை. சில நேரங்கள் ஒரு ചെറിയ முடிவே போதனாது. உங்கள் நோயிலியம் சொல்லுங்கள், நீ என்னை சில காலம் தடுத்திருக்கலாம், நீ என்னை நிராசப்படுத்தி இருக்கலாம். ஆனால் என்னுள்ள உருக்கும் வெற்றியாளனை அழிக்கலால் முடியாது. நீங்கள் தோல்க பிறக்கவில்லை, நீங்கள் வளர பிறந்தவர்கள், நீங்கள் மீண்டும் எழுத்தலுக்கு பிறந்தவர்கள், நீங்கள் ஜெயிக்க பிறந்தவர்கள். எல்லாரும் ஜெயிக்க பிறக்கினார்கள். ஆனால் சில நேரங்களில் நோயிலே அவர்களை தோற்கடிக்கிறது. அந்த நோயிலேயே மீண்டும் எழுதும் நிற்புவாதன் உண்மையை வெற்றிவாளன். தேங்க்ஸ் ஆல்.